അതുകൊണ്ട് ഞാൻ ബേസിക് ഒന്ന് രണ്ട് ഭഗവാന്റെ ഡിവോട്ടീസുകാരുള്ള ലീലകൾ മാത്രം പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഭഗവാന്റെ ബാല്യലീല കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എങ്കിലും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എഴുതിയ ശ്ലോകം തൊട്ട് നമുക്ക് തുടങ്ങാം. 1486 ഈ ക്വാർട്ടർ സിറ്റി ഓഫ് പശ്ചിമ ബംഗാൾ നവദ്വീപിൽ ഭഗവാൻ ജനിച്ചു. സച്ചിദേവിയുടെയും ജഗന്നാഥ മിശ്രയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ബാല്യലീല കഥകളൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പം കേട്ടു. ഇതിലെ ഭഗവാന് ആന്തരികമായും ബാഹ്യമായും എന്തുകൊണ്ട് എന്താ പറയുക അവതരിച്ചു എന്നുള്ള എക്സ്റ്റേണൽ റീസൺ ആൻഡ് ഇൻറ്റേർണൽ റീസൺ. ഒരു എക്സ്റ്റേണലായിട്ട് റീസൺ, അതായത് ബാഹ്യമായിട്ടുള്ള ഒരു ഏത് കാരണത്താലാണ് അവതരിച്ചത്, ഇൻറ്റേർണൽ റീസൺ എന്ന് പറയും. അപ്പോൾ അതെല്ലാം നമുക്കിന്നൊന്നും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ അദ്ദേഹം എഴുതിയ ചൈതന്യ ചരിതാമൃതം എഴുതിയ ആളാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. അദ്ദേഹവും ശ്രീല പ്രഭുപാദറും അത് നന്നായി വിവരിക്കുന്ന ഒരു ശ്ലോകമാണ് നമുക്കിപ്പം എടുത്തുകൊണ്ട് തുടങ്ങാം. അത് നമുക്ക് പ്രേമം കിട്ടാൻ പ്രചോദനമാകുന്ന ശ്ലോകം. 3-ാമത്തെ ചാപ്റ്ററിലെ ശ്ലോകം ചൈതന്യ ചരിതാമൃതം, ശ്ലോകം 40. കലിയുഗേ യുഗധർമ്മ നാമേര പ്രചാർ തായിലാകി പീതവർണ ചൈതന്യ അവതാർ. കലിയുഗേ യുഗധർമ്മ, കലിയുഗത്തിൻ്റെ യുഗധർമ്മം, നാമേര പ്രചാർ. ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ. അതാണ് ഒരു കാരണം ഭഗവാൻ വരാനുള്ള എക്സ്റ്റേണൽ റീസണാണ് നാമേര പ്രചാർ. ഹരേ കൃഷ്ണ. പ്രഭുജി ഇടയ്ക്ക് സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടല്ലോ പ്രഭുജി. ആണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ഓക്കെ ആണോ പ്രഭു? ഹരേ കൃഷ്ണ. കേൾക്കാവോ പ്രഭു? ഹരേ കൃഷ്ണ. ക്ലിയർ ആണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഈ കലിയുഗത്തിലെ യുഗധർമ്മ നാമേര പ്രചാർ ആണ്, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാൻ. കലിയുഗേ യുഗധർമ്മ നാമേര പ്രചാർ തായിലാകി പീതവർണ ചൈതന്യ അവതാർ. ഈ കലിയുഗത്തിലെ യുഗധർമ്മം ഭഗവാന്റെ നാമം ചൊല്ലുക എന്നതാണ്. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അത് പറയാൻ വേണ്ടി, അതായത് ആൾക്ക് നമ്മള് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാൻ വേണ്ടി. പ്രഭു എനിക്ക് എക്കോ വരുന്നുണ്ട്. നിങ്ങള് ഹരേ കൃഷ്ണ. സോറി. അപ്പൊ കലിയുഗധർമ്മം ഭഗവാന്റെ നാമം ചൊല്ലുക എന്നതാണ്. അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറയും, വിളിച്ചു പറയുക. അതാണ് ഈ കലിയുഗത്തിൻ്റെ യുഗധർമ്മം എന്ന് പറയുന്നത്. ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. അപ്പോൾ കലിയുഗത്തിലെ ധർമ്മം എന്ന് പറയുന്നത് നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കാരണത്തിനായി ഭഗവാൻ യെല്ലോ കളറിൽ, മഞ്ഞ കളറിൽ, സ്വർണ്ണ കളറിൽ ഈ ഭൂമിയിൽ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചു. അതാണ് എക്സ്റ്റേണൽ റീസൺ. കലിയുഗേ യുഗധർമ്മ നാമേര പ്രചാർ തായിലാകി പീതവർണ ചൈതന്യ അവതാർ. ഈ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരങ്ങളെ മാത്രം അത് കോട്ടിയിരിക്കുന്നത് ഒരു 10-20 പേജിലായിട്ട് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ദേവി ഭാഗവതം, അല്ലെങ്കിൽ പത്മപുരാണം, ഗരുഡ പുരാണം, ഒരുപാട് അച്ഛനാരാണ്, അമ്മയാരാണ്, എവിടെ ജനിക്കുന്നു, എപ്പോൾ വരുന്നു, ഇതെല്ലാം വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗവതത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ സുവർണവർണ്ണോ ഹേമാങ്കു എന്നുള്ള ശ്ലോകം പറയുന്നുണ്ട്. ഭാഗവതത്തിലെ കൃഷ്ണവർണ്ണം തുഷാകൃഷ്ണം സാങ്കോ പങ്കാസ്ത്ര പാർശ്വതം യജ്ഞൈ സങ്കീർത്തനപ്രായ യദന്തിക
സുമേധസ. അങ്ങനെ ഒരുപാട് പറഞ്ഞു. ഇതൊക്കെ ഒരുപാട് പേര് ഇപ്പം നിങ്ങളുടെ ക്ലാസ് എടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് എക്സ്റ്റേണൽ റീസൺ എന്ന് പറഞ്ഞാൽ യുഗധർമ്മ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ എക്സ്റ്റേണലായിട്ടുള്ള റീസൺ പറയുന്നത്, വരാനുള്ള കാരണം. കൂടാതെ 2 കാരണങ്ങളുണ്ട്. ഒന്നതും അദ്വൈത ആചാര്യനെ തൃപ്തിപ്പെടുത്തുക. അദ്ദേഹത്തെ പോലുള്ളൊരു മഹാഭക്തനെ ഭഗവാൻ വിഷ്ണുവിൻ്റെയും പരമശിവൻ്റെ അവതാരമായ അദ്വൈത ആചാര്യനെ തൃപ്തിപ്പെടുത്തണം. അദ്ദേഹം എന്താ പറയുക ചെയ്തിരിക്കുന്നത്? തുളസീദള മാത്രേണ ജലസ്വാകുലക്കേനവാ വിക്രീണിതേ സ്വം ആത്മാനം ഭക്തേഭ്യോ ഭക്തവത്സല. ഇത് ആദിലീലയിലെ 3.104. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തനോട് അങ്ങേയറ്റം പ്രിയങ്കരനായ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ഒരു കൈ വെള്ളം, ഒരു തുളസി മാത്രമെങ്കിലും സ്നേഹത്തോടെ ഭഗവാനെ പൂജിക്കുന്ന ഒരു ഭക്തന് ഭഗവാൻ തന്നെ വിൽക്കുമെന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെ ടോട്ടലി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ദാസനാകുമെന്നാണ് പറയുന്നത്. തുളസീദള മാത്രേണ ജലസ്വാ കുലുകേനവ വിക്രീണേദേശം ആത്മാനം ഭക്തേഭ്യോ ഭക്തവത്സല. ആ ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ ഭക്തനായ തന്നെ പ്രാർത്ഥിക്കുന്ന അദ്വൈത ആചാര്യനെ കൂടി തൃപ്തിപ്പെടുത്തണം. അതിനുകൂടി വന്നു, അല്ലേ? വിളിക്കുകയായിരുന്നു. അപ്പം ഭാഗവതത്തിലെ ശ്രീ സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജനോട് പറയുന്നുണ്ട്, കലേർദോഷനിധേ രാജൻ. ഹേ രാജൻ, ഈ കലിയുഗം മുഴുവൻ ദോഷങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്വൈത ആചാര്യ വിളിക്കുകയാണ്, കരഞ്ഞുറക്ക വിളിച്ചെന്നാണ് പറയുന്നത്. കലേർദോഷനിധേ രാജൻ. ഹേ രാജൻ, ഈ കലിയുഗത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അസ്തിയേകോ മഹാൻ ഗുണക. ഹേ രാജൻ, കലിയുഗത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അസ്തിയേകോ മഹാൻ ഗുണക. പക്ഷെ ഒരു ഗുണമുണ്ട്, ഒരേ ഒരു ഗുണമുണ്ട്. കീർത്തനാത്യേവ കൃഷ്ണസ്യ മുക്തസംഗം പരം ബ്രിജി. ഭഗവാന്റെ നാമം ഉറക്കെ ചൊല്ലിക്കോളൂ എന്ന് പറയും, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ ഇൻറ്റേർണൽ റീസൺ, 3 റീസണാണ് ഇൻറ്റേർണൽ റീസൺ. അതായത് രാധയുടെ ആ പൊസിഷൻ മനസ്സിലാക്കണം, അല്ലേ? പിന്നെ ആ മെലോ ഭഗവാനെ ആസ്വദിക്കണം. എങ്ങനെയാണ് രാധാറാണി ഭഗവാനോടുള്ള ആ സ്നേഹത്തിൽ, ലവിൽ കൂടെ ആ ടേസ്റ്റ് അനുഭവിച്ചത്? നമ്മൾ അത് അനുഭവിച്ചെങ്ങനെ വെച്ചാൽ, നമ്മളൊരു പാൽപ്പായസം കുടിച്ചാൽ അതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് കഴിച്ചെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ എക്സ്റ്റേണൽ റീസൺ പറയുന്നത് ആദിലീലയിലെ ചാപ്റ്റർ 1-4 1.4 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യുഗധർമ്മമാണ് ഹരിനാം പ്രചാരണം, എക്സ്റ്റേണൽ റീസൺ. ആദിലീലയിൽ ചാപ്റ്റർ 1.4 ശ്ലോകം വളരെ വിശാലമായിട്ട് അതിനെപ്പറ്റി വിവരിക്കുന്നു. ശിലപ്രഭ പാപ്പോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് വായിക്കാം. ഇൻറ്റേർണൽ റീസൺ പറയുന്നത് ചാപ്റ്റർ 1 5 and 6. അപ്പോൾ ചാപ്റ്റർ 1 4ാമത്തെ ശ്ലോകം യുഗധർമ്മ ഹരിനാമത്തിനെ പറ്റി പറയുന്നു, അതാണ് എക്സ്റ്റേണൽ റീസൺ. ഇൻറ്റേർണൽ റീസൺ പറയുന്ന ശ്ലോകം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 ആദിലീലയിൽ ചാപ്റ്റർ 1 5ാമത്തെ ശ്ലോകവും 6ാമത്തെ ശ്ലോകവും പറയുന്നു. അത് വിശാലമായിട്ട് പറഞ്ഞു. ഞാൻ ചുരുക്കി നമ്മൾ എടുത്താൽ മതി. ഇമോഷൻസ് ഓഫ് രാധയുടെ ഇമോഷൻ എടുക്കുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ റീസൺ. അപ്പോൾ രാധയ്ക്ക് കൃഷ്ണനോടുള്ള ഭക്തിയുടെ പ്രേമം ആസ്വദിക്കാനായി ഭഗവാൻ വന്നു. മറ്റു യുഗത്തിൽ അസുരനെ നിഗ്രഹിക്കാനായിട്ടൊക്കെ ഭഗവാൻ വരും. ഓപ്പുലൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്, അല്ലേ? നമുക്കറിയാം, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്ടം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ഈ കലിയുഗത്തിൽ വന്നിട്ട് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ ഭഗവാൻ എല്ലാവരെയും കൊല്ലേണ്ടി വരും. കാരണം കലിയുഗത്തിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പം കലിയുഗത്തിൽ വന്ന് കൊല്ലാനാണെങ്കിൽ എല്ലാവരെയും കൊല്ലേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അസുരി സ്വഭാവം മാറ്റിയെടുക്കുക ഭഗവാൻ. നാമം ചൊല്ലിക്കൊണ്ട് ഉള്ളിലുള്ള അസുരിക് സ്വഭാവം മാറ്റി എടുത്ത് അവനെ ഒരു ഭക്തനാക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത് നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ.
കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരതുഷേ നമഃ. അപ്പോൾ അത് ഏതാണ്ട് ഒരു 27 ബയോഗ്രഫി ഭഗവാനെ പറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗുരുമാരായ ഒരിക്കൽ പറഞ്ഞു, കൃഷ്ണനെ ദ്വാരകയിലിരുന്നപ്പോൾ അത് 16,108 ഭാര്യമായിട്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഭഗവാൻ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ രുക്മിണിയോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. രുക്മിണിയൊക്കെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവിടെ ചെന്നപ്പം രുക്മിണി കരയുന്നത് കാണുന്നു. കാണുമ്പോഴത്തേക്ക് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രുക്മിണി പറയുന്നു, ഭഗവാനെ എന്നെ ഭഗവാൻ ഇട്ടിട്ട് പോകുന്നുള്ളൊരു വിഷമം, സെപ്പറേഷനാണ്. അപ്പോൾ അത് ഫീലൊക്കെ മനസ്സിലാക്കണം ഭഗവാനെ. അപ്പോൾ ആലോചിക്കുകയാണ് രാധാറാണി എന്തുമാത്രം സെപ്പറേഷനിൽ വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നാരദമുനി അവിടെ വരുന്നത് ഒരു റീസണാണ്. ആ സമയത്ത് നാരദമുനി അവിടെ വരുന്നു. നാരദമുനിയും കരയുന്നു. അപ്പം നാരദമുനി കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ അദ്ദേഹം ദീർഘവീക്ഷണത്തോട് കാണുകയാണ് ജനങ്ങളെല്ലാം കഷ്ടപ്പെടാൻ തോന്നുന്നു, കഷ്ടപ്പെടുകയാണ്, ഭയങ്കരമായിട്ട് അവർ വേദനിക്കുന്നു. എന്ത് ചെയ്യണം? ഭഗവാൻ വിചാരിച്ചു, ഈ സെപ്പറേഷൻ, ലവറോടുള്ള ഫീലിംഗ് അതൊന്നും എനിക്കറിയണം. പിന്നെ കലിയുഗത്തിൽ പതിരായ ആൾക്കാരെ എനിക്കൊന്ന് രക്ഷിക്കണം. അപ്പം ഇതൊക്കെയാണ് ഭഗവാന്റെ പ്ലാന് വരാനായിട്ടുള്ള കാരണങ്ങൾ. അപ്പം ബ്രഹ്മാജിയുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 ദിവ്യയുഗമാണ്. ഭഗവാൻ കൃഷ്ണൻ വരുന്നു. ബ്രഹ്മാജി ഒരു ദിവസത്തിൽ 14 മന്വന്തരത്തിൽ നമ്മളിപ്പം 7th മന്വന്തരം എന്ന് പറയും. അപ്പം ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അപ്പോൾ വിചാരിച്ചു, ഞാൻ ഈ ജനങ്ങൾക്ക് കൃഷ്ണപ്രേമമൊന്നും കൊടുത്തില്ലല്ലോ. ഇപ്പം എന്നോടാണ് നാരദമുനി ഇപ്പം വന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഭഗവാന് എനിക്ക് തിരിച്ചു വന്ന് യുഗധർമ്മം പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു. മെസ്സേജ് വരുന്നു. എല്ലാവരും അലർട്ടായിട്ടിരിക്കുക. ഭഗവാന്റെ നാമമുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഭഗവത്ഗീതയുടെ മിഡിലായിട്ട് 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയുടെ മിഡിലായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ നാമം ചൊല്ലിയത് കേട്ടോ. വെളിയിൽ സൈറൻ മുഴങ്ങുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവത്ഗീതയുടെ മിഡിലായിട്ട് 700 ശ്ലോകത്തിൻ്റെ യഥാർത്ഥ നടുവിൽ ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയെയും ഹരിനാമവും അവിടെ അർപ്പിക്കുന്നുണ്ട്. അത് തന്ന ആൾ തന്നെയാണ് ഭഗവാൻ, അല്ലേ? അപ്പോൾ 700 അതിൻ്റെ നേരെ മിഡിൽ എന്ന് പറഞ്ഞാൽ 350ാമത്തെ ശ്ലോകവും 351ാമത്തെ ശ്ലോകവും, അതായത് 9.13 9.14 പറയുന്നുണ്ട്. 9.13 എടുത്താൽ 9 ശ്ലോകത്തിൽ പറയുന്ന 9ാമത്തെ അധ്യായത്തിൽ 13 ശ്ലോകം കൃഷ്ണ എന്താ പറയുക, ആ ശ്ലോകം മഹാത്മാനസ്തുമാം പാർത്ത എന്ന് പറഞ്ഞ ശ്ലോകമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ദേവി പ്രകൃതിയാണ്. രാധാറാണിയെ കൃഷ്ണ ആ ശ്ലോകം തരാം. രാധാറാണിയുടെ ഞാനൊന്ന് വായിക്കാതെ 9.13 9.13 മഹാത്മാനസ്തു മാം പാർത്ത ദേവീം പ്രകൃതിമാശ്രിതഃ ഭജന്ത്യനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമൂവ്യം. ഇവിടെ രാധാറാണി, അവിടെ ദേവി പ്രകൃതി എന്ന് പറയുന്ന രാധാറാണിയാണ്. അവിടെ മഹാമാനസ്തു മാം പാർത്ത. അടുത്ത ശ്ലോകം എടുത്താൽ സതതം കീർത്തയന്തോ മാം നാമസങ്കീർത്തനം വന്നു കഴിഞ്ഞു. അവിടെ എപ്പോഴും കൃഷ്ണനെ അവിടെ പറയാണ്, നാമസങ്കീർത്തനെ പറ്റി പറയുകയാണ്. അടുത്ത ശ്ലോകം സതതം കീർത്തയന്തോ മാം യജന്തശ്ച ദൃഢവ്രത നമസ്യന്ത്യശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. ഇവിടെ കൃഷ്ണൻ പറഞ്ഞത് ഇവിടെ നാരദമുനി പ്രവർത്തിച്ച് കാണിക്കുന്നു. ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നാരദമുനി ഇവിടെ വന്നിട്ട് ഇത് കാണിച്ചു തരികയാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു എല്ലാ കലിയുഗത്തിലും ഒരിക്കൽ വരും. വൺസ് ഇൻ എവരി കലിയുഗ ഭഗവാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 1486 ചൈതന്യ മഹാപ്രഭു എന്താ പറയുക, ഇനിയും വരണമെങ്കിൽ അന്നാണ് വന്നത്. ഇനിയും മഹാപ്രഭു ഇനിയും ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയണം. അന്ന് നിങ്ങളെ കണക്ക് കൂട്ടിയാൽ അറിയാം. ഞാൻ കണക്കിലോട്ടൊന്നും പോകുന്നില്ല. ഈസിയായിട്ട് നമുക്ക് ബൈഹാർട്ട് അറിയാം, ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് സത്യം പറഞ്ഞാൽ. ഈ ചൈതന്യ മഹാപ്രഭു ഇപ്പോൾ ഈ നമ്മൾ ജനിച്ചിരിക്കുന്ന ഈ സമയത്ത് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നതാണ്. ഇനിയും ചൈതന്യ മഹാപ്രഭു വരണേലെ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയണം, അല്ലേ? അപ്പോൾ നോക്കൂ, ഒരു ദിവസം
ഭഗവാന്റെ ബ്രഹ്മാജിൽ ഒരു ദിവസം ഭഗവാൻ വരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? കൃഷ്ണപ്രേമമാണ്. നമ്മുടെ ഗോൾ എന്താണ്? സാധ്യ എന്ന് പറയും ഗോള്. അത് സാധിച്ചിരിക്കുന്നു. അത് സാധിക്കണം നമുക്ക് അല്ലേ. അത് പിന്നെ നമ്മുടെ സാധന എന്ന് പറയുന്നത് എന്താണ്? ചാൻഡ് ഹോളി നെയിം ഓഫ് കൃഷ്ണ. സിമ്പിളാണ്. നമ്മുടെ സാധ്യ എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്, ഗോളാണ്. നമുക്ക് കിട്ടണം ഗോൾ. നമ്മുടെ എയിം എന്താ? ഗോള് എന്ന് പറയുന്നത് സാധ്യ എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്. സാധന എന്ന് പറയുന്നതോ സിമ്പിൾ പ്രോസസ്സാണ്, ചാൻഡിങ് ദ ഹോളി നെയിം. അപ്പം സിമ്പിൾ പ്രോസസ്സായ സാധന ചെയ്താൽ നമുക്ക് സാധ്യ എന്ന് പറയുന്ന കൃഷ്ണപ്രേമം നമുക്ക് കിട്ടുമെന്ന് പറയുന്നു. അത് ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ചിരാതദത്തം നിജഗുപ്തവിത്തം. നിജഗുപ്തവിത്തം വളരെ സീക്രട്ടായിട്ടുള്ളതാണ്. ചിരാതദത്തം ഒരുപാട് നാളായിട്ട് നമുക്ക് തരാതിരുന്ന ഒരു സംഭവം. ചിരാതദത്തം നിജഗുപ്തവിത്തം, പരമരഹസ്യമായ ഈ സ്വത്ത്, നിജഗുപ്തവിത്തം, ഈ ട്രാൻസെൻഡർ ട്രഷർ എന്ന് പറയും. അതിപ്പോൾ നമുക്ക് തുറന്നു തരാൻ പോവാണ്. സ്വപ്രേമ നാമാമൃതം അത്യുധാര അപാമരം യോ വിതതാര ഗൗര കൃഷ്ണോ ജനേപ്യാസ്തം അഹം പ്രപദ്യേ. അത്രയും രഹസ്യമായ കാരണം അപാമരം എന്ന് പറഞ്ഞാൽ പാമരനായ, അതായത് മോസ്റ്റ് ഫോളനായ ആൾക്കാർക്ക് പോലും ഭഗവാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. വിതതാര ഗൗര, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ വന്നിട്ട് സ്വപ്രേമ നാമാമൃതം അത്യുധാര എങ്ങനെ കൊടുക്കുന്നു? പാമരനായ പോലെ ആൾക്കാർക്ക് പോലും വിതതാര ഗൗര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഒരു ഡിസ്ക്രിമിനേഷൻ, ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, പണക്കാരാണോ, പാവപ്പെട്ടവനാണോ, രാത്രിയാണോ, ഒന്നും നോക്കുന്നില്ല. കൃഷ്ണോ ജനേപ്യാസ്തം അഹം പ്രപദ്യേ. ഗൗര ഭഗവാനായ കൃഷ്ണൻ നമുക്ക് തരുന്നു. നമോ മഹാവതിന്യായനായ ഭഗവാൻ, ഏറ്റവും അനുകമ്പനായ ഭഗവാൻ. അപ്പം കൃഷ്ണപ്രേമപ്രദായതയാണ് ഭഗവാൻ. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കൂ, നമ്മൾക്ക് 4 പുരുഷാർത്ഥമുണ്ട്: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. സാധാരണ ആൾക്കാർക്ക് ഉദ്ദേശമുള്ള കാര്യങ്ങൾ അതല്ല. ധർമ്മ, അതായത് നമ്മുടെ ഈ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്തു പോവാം. ധർമ്മ. അർത്ഥം ഉണ്ടാക്കുക, അർത്ഥം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക, മണി. കാമ, ഡിസയർ, ആഗ്രഹങ്ങൾ. മോക്ഷ, ലിബറേഷൻ, മോക്ഷം കിട്ടിപ്പോയി. അപ്പോൾ ഇത് 4 സാധാരണ മനുഷ്യൻ്റെ എയിമാണ്, ഗോളാണ്. അത്രേ ഉള്ളൂ. എന്നാൽ ഇവിടെ 4 പുരുഷാർത്ഥത്തിനും ഉപരിയായിട്ട് പഞ്ചമ പുരുഷാർത്ഥം എന്ന കൃഷ്ണപ്രേമം തരാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്നാണ്. പഞ്ചപുരുഷാർത്ഥം തരാൻ വേണ്ടി, കൃഷ്ണപ്രേമം നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി അവതരിച്ചിരിക്കുന്നു. അത് ആരെയും എന്താ പറയുക, പിന്നെ ഒരാളെയും വ്യത്യസ്തനായിട്ട് പോകാൻ അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് ശ്രീല പ്രബോധാനന്ദ സരസ്വതി, ഒരു ദ്രാവിഡ ബ്രാഹ്മണനായിരുന്നു, ശ്രീരംഗത്തുള്ള അദ്ദേഹം മഹാപ്രഭുവിനെ പറ്റി വളരെ മനോഹരമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അതിനു മുമ്പേ ഈ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ 48 വർഷത്തിൽ 24 വർഷം അദ്ദേഹം മായാപൂരായിരുന്നു. ബാക്കി 24 വർഷം ജഗന്നാഥപുരിയിലേക്ക് അമ്മയുടെ ആവശ്യപ്രകാരം അങ്ങോട്ട് പോകുന്നു. അപ്പം മഹാപ്രഭു സന്യാസം 24ാമത്തെ വയസ്സിൽ സന്യാസം എടുത്തു. അദ്ദേഹം എന്നിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാൻ ഒരുങ്ങായിരുന്നു. നിത്യാനന്ദ പ്രഭു ഒരു വിധത്തിൽ ശാന്തിപുരത്തിൽ വെച്ച് അദ്ദേഹത്തെ തിരിച്ചുവിട്ടു. അവിടെ അമ്മയുടെ ആഗ്രഹപ്രകാരം 48 വർഷത്തിൽ 24 കഴിഞ്ഞു. അമ്മയുടെ ആഗ്രഹപ്രകാരം ജഗന്നാഥപുരിയിൽ അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ആക്കി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ താമസിക്കുന്ന 24 വർഷത്തിൽ
6 വർഷം സൗത്ത് ഇന്ത്യൻ ടൂറും പിന്നെ 18 വർഷക്കാലം നോർത്ത് ഇന്ത്യയിലും പിന്നെ ജഗന്നാഥപുരിയിലുമായിട്ട് അദ്ദേഹം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഭഗവാൻ ഒരു 3 ബ്രാഹ്മണരെ അനുഗ്രഹിച്ച ഒരു പാസ് ടൈംസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് കേട്ടോ. അതാണ് ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഭഗവാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ ജഗന്നാഥപുരിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ പോകണമെന്ന് ഭഗവാൻ അങ്ങോട്ട് വിചാരിച്ചു. എനിക്കിനി ദക്ഷിണേന്ത്യയിലേക്കൊന്ന് പോയി വരണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേ എല്ലാവർക്കും കൂടെയുള്ള എല്ലാവരും പറഞ്ഞു ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കൂടെ വന്നാൽ എനിക്ക് സന്യാസം ഉള്ള ജീവിതം ഇച്ചിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവർ കൂടെ വരണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞു. ഒരാളും വരണ്ട. കാരണം അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ സഹോദരനായ വിശ്വരൂപനെ അന്വേഷിച്ചാണ് പോകുന്നത്. കാരണം ഞാൻ വളരെ ചെറുതായിരുന്നപ്പം തന്നെ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് വിട്ടുപോയി കഴിഞ്ഞു. എനിക്ക് എൻ്റെ ബ്രദറിനെ ഒന്ന് കാണണം. ആക്ച്വലി മഹാപ്രഭുവിന് നല്ലപോലെ അറിയാം വിശ്വരൂപ എന്ന് പറയുന്ന സഹോദരൻ ഈ പ്ലാനറ്റിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും ഓൾറെഡി പോയി കഴിഞ്ഞു എന്നറിയാം മഹാപ്രഭുവിന്. പക്ഷേ ഇവരോടൊരു ചെറിയൊന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ വിശ്വരൂപനെ അന്വേഷിച്ചിട്ടാണ് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പതുക്കെ പോകാനൊരുങ്ങി. എന്താ പറയുക, അപ്പോൾ ഉടനെ നിത്യാനന്ദ പ്രഭു പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ആരെങ്കിലും ഒരാളെ കൂടെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു ആഗ്രഹപ്രകാരം കാലകൃഷ്ണദാസ എന്ന് പറഞ്ഞൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് നിന്ന് മാറിയിട്ട് മഹാപ്രഭുവിനെ മെയിൻലി കൃഷ്ണപ്രേമം കൊടുക്കണം. ടു ഡിസ്ട്രിബ്യൂട്ട് കൃഷ്ണപ്രേമം വിതരണം ചെയ്യണം. വിവേചനമില്ലാതെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു തരം ആരെയും ഒരു മാറ്റി നിർത്താതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത്. ആ സമയത്താണ് ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ വരണമെന്ന് അവർ പറയാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കാലകൃഷ്ണദാസ്. അപ്പോൾ കൃഷ്ണപ്രേമം കൊടുക്കണം. ഇത് കണ്ടിട്ട് പ്രബോധാനന്ദ സരസ്വതി പറയുന്ന ഒരു മനോഹരമായ ശ്ലോകമുണ്ട്. മഹാപ്രഭുവിനെ എങ്ങനെയാണെങ്കിലും ആൾക്കാർ, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ റീസണിൽ നമ്മൾ ശ്ലോകം ചൊല്ലിയേ. ആ എക്സ്റ്റേണൽ റീസൺ, ഭഗവാൻ വന്നതിൻ്റെ എക്സ്റ്റേണൽ റീസൺ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ മഹാപ്രഭുവിനെ പറ്റി പ്രബോധാനന്ദ സരസ്വതി പറയുകയാണ് അദ്ദേഹത്തിന് ആരോടും യാതൊരു വിവേചനവുമില്ല. മനോഹരമായ ശ്ലോകം ചൊല്ലുന്നുണ്ട് അവിടെ. പാത്ര വിചാരണം ന കുരുതേ ന സ്വംബരം വീക്ഷതേ. പാത്ര യോഗ്യനാണോ അയോഗ്യനാണോ വിചാരണ ചിന്തയില്ല അദ്ദേഹത്തിന്. പാത്ര വിചാരണം ന കുരുതേ ന സംവരം വീക്ഷതേ. ദേയ വിമർശകോ ന ഹിനവ കാലപ്രതീക്ഷ പ്രഭോ. സാധ്യോയ ശ്രവണേക്ഷണ പ്രണമന ധ്യാനാദിനാ ദുർലഭം. ദത്തേ ഭക്തിരസംസയേവ ഭഗവാൻ ഗൗരപരം മേ ഗതിം. ഏവ ഭഗവാൻ, ആ ഭഗവാൻ ആരാണ്, എന്താണ്? നോക്കൂ, ആ ഭഗവാനെ പാത്ര അദ്ദേഹത്തിന് ആരോടും യോഗ്യനാണോ അയോഗ്യനാണോ നോക്കില്ല. പാത്ര വിചാരണ, അങ്ങനെ ചിന്തയില്ല. ന ഗുരുതേ ന സ്വം പരം, എൻ്റെ സ്വന്തമാണോ പരൻ, അപരനാണോ, വേറെ ഒരു വെറുതെക്കാരനാണോ, ഇല്ല. ന സ്വം പരം വീക്ഷതേ, അങ്ങനൊരു വിചാരമേ ഇല്ല. ദേയ ആർക്ക് കൊടുക്കണ്ട, അങ്ങനെയില്ല. ദേയ വിമർശകോന ഹിനവ. അതുകൊണ്ടാണ് നമോ മഹാവതിന്യായ കാലപ്രതീക്ഷ പ്രഭോ കിനവ. കാലപ്രതീക്ഷ പ്രഭോ, ഈ സമയം ശരിയല്ല, വാറിൻ്റെ സമയമാണ്, അല്ലെങ്കിൽ സന്ധ്യയായി, അല്ലെങ്കിൽ ഇന്ന് ഗൗരപൂർണിമയാണ്, ഫാസ്റ്റിംഗ് ആണ്, ഈവനിങ്ങിൽ ഒരു സമയമില്ല, വേറൊരു ദിവസമാണ്, അങ്ങനെയില്ല. കാലപ്രതീക്ഷ പ്രഭോ, ഇത് റൈറ്റ് ടൈമാണ്, ഈ വിളിച്ചോളൂ, ഇപ്പം തന്നെ പറഞ്ഞു തരാം. ദേയ വിമർശകോ ന ഹിനവ കാലപ്രതീക്ഷ പ്രഭോ. നോക്കൂ,
ശ്രവണ സ്മരണ ധ്യാന ഇങ്ങനെയുള്ളതിലൊക്കെ ദുർലഭമായ സാധ്യോയ ശ്രവണേക്ഷണ പ്രണമന ധ്യാനാദിന ദുർലഭം, സാധിക്കാത്തത്, അതായത് ശ്രവണേക്ഷണ, ശ്രവണം കേൾക്കുക, ഏക്ഷണ കാണുക, ശ്രവണേക്ഷണ പ്രണമന ഒബിസൻസ് ചെയ്യുക, ധ്യാനം, മെഡിറ്റേഷൻ, നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മളിത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. ദുർലഭം, ഇതുകൊണ്ടൊക്കെ ചെയ്താലും ദുർലഭമായ ആ ഒരു ഭക്തി എന്ന് പറയുന്ന സാധനം ആര് തരുന്നു? ദത്തേ ഭക്തി രസംസ ഏവ ഭഗവാൻ, ഒരേ ഒരു ഭഗവാനേ ഉള്ളൂ. ദത്തേ ഭക്തി രസംസ ഏവ ഭഗവാൻ ഗൗരപരമേ ഗതിം. ആ ഗൗര പ്രേമം തരുന്ന ആ ഭഗവാനെ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ നിർബന്ധം അനുസരിച്ച് ബ്രാഹ്മണനായ കാലകൃഷ്ണദാസ് കൂടെ പോയി. അപ്പോൾ ഓൺ ദി വേയിൽ മഹാപ്രഭു അവിടുന്ന് നടന്നു നീങ്ങി. മഹാപ്രഭു കുറച്ചങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് പാടുന്നതാണ് കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ 3 പ്രാവശ്യം പാടണം കേട്ടോ. കൃഷ്ണ രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമ, ഇങ്ങനെ പാടുന്നുണ്ട്. ഞാൻ സ്പീഡിൽ പോവാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട്. അപ്പോൾ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹിമ എന്ന് പറഞ്ഞ് അദ്ദേഹം പാടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നോക്കൂ, ഭഗവാൻ ഇങ്ങനെ ഒരു അവതാരം എടുക്കുമെന്ന് നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണവർണം തുഷാകൃഷ്ണം സംഗോപങ്കാസ്ത്രപാർശ. കൃഷ്ണവർണം, കൃഷ്ണ എന്നുള്ളത് 2 വർണ്ണങ്ങളായിട്ടും എടുക്കാം, അല്ലെങ്കിൽ കൃഷ്ണനെ വർണ്ണിക്കുന്നവനുമായിട്ടും എടുക്കാം. തുഷാകൃഷ്ണം, അതായത് കറുത്ത ബ്ലാക്കിഷ് കളർ അല്ല, പക്ഷെ കോംപ്ലക്ഷൻ ഓഫ് ഗോൾഡൻ കോംപ്ലക്ഷൻ ആണ്. സാങ്കോ പങ്കാസ്ത്ര പാർശ്വതം, അദ്ദേഹം മറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ പാരഫർണാലി എല്ലാവരും കൂടാണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? യജ്ഞ ഈ സങ്കീർത്തനപ്രായ, ഈ സങ്കീർത്തനം നമുക്ക് ചൊല്ലി എന്താ പറയുക, നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് പറയുക. അപ്പോൾ മഹാപ്രഭു അങ്ങനെ അങ്ങോട്ട് പോയി നടന്ന് പോവുകയാണ്. പോയി അദ്ദേഹം ആദ്യം ചെന്നത് അദ്ദേഹം പിന്നെ ആന്ധ്രയിലെ കൂർമ വില്ലേജിലെ കൂർമ ക്ഷേത്രത്തിൽ ചെന്ന് പറ്റി. കൂർമ ക്ഷേത്രത്തിൽ ചെന്ന് കയറി. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം കീർത്തനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അദ്ദേഹം നല്ലപോലെ കീർത്തനങ്ങളും ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴേ അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് കൂർമ എന്നാണ്. അപ്പോൾ കൂർമ ബ്രാഹ്മണൻ അവിടെ വന്നു. ഓക്കെ, ഈ കൂർമ ബ്രാഹ്മണൻ അവിടെ വന്നിട്ട് എന്താ പറയുക, പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ അവിടുന്ന് വരണം, പ്രസാദം കഴിക്കാൻ വേണ്ടിയാണ് വിളിച്ചു. അപ്പോൾ കണിശമായിട്ട് ഒരു ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞാൽ പ്രസാദം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അദ്ദേഹം ഹരേഷ കേൾക്കാമോ എല്ലാവർക്കും? പ്രഭു മ്യൂട്ട് ചെയ്യൂ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു പ്ലീസ് മ്യൂട്ട് ചെയ്യൂ, ആരോ സംസാരിക്കുന്ന കേൾക്കാം. ഹരേ കൃഷ്ണ. എനിവേ, അപ്പോൾ അദ്ദേഹം എന്താ പറയുക പറഞ്ഞു, ഭഗവാനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ചാൻറ്റ് ചെയ്യും ഡാൻസ് ചെയ്യും എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ വരണം, പ്രസാദം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. പ്രസാദം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട്, എനിക്ക് ഭഗവാന്റെ കൂടെ ഇനി എല്ലാം കളഞ്ഞിട്ട് തിരിച്ചു വരണം, എനിക്ക് കൂടെ പോരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും. എനിക്കൂടെ കൂടെ പോരണം എന്ന് കൂർമ ബ്രാഹ്മണൻ പറയും. അപ്പോൾ സന്യാസം പിന്നെ ഭഗവാൻ പറയും, നിനക്ക് സന്യാസം എടുക്കണം, അല്ല അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല, നിരന്തരം നാമം ചൊല്ലുക, നീ വീട്ടിൽ നിൽക്കുക, മറ്റുള്ളവരെ നീ നാമം ചൊല്ലി മനസ്സിലാക്കുക, അല്ലാതെ നീ ഇപ്പം എൻ്റെ കൂടെ വരുമോ സന്യാസം എടുക്കേണ്ട കാര്യമില്ല, നീ എപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചാലും ഞാനുണ്ടാവും. ഭഗവാൻ പറഞ്ഞു, യാരേതേക്ക താരേക്ക കൃഷ്ണോപദേശ, നീ ആരെ കണ്ടാലും അമാരാജ്ഞ ഗുരു ഹയ്യ താരയേ ദേശ. അപ്പം നീ ആരെ കണ്ടാലും നാമം ചെല്ലാൻ പറയൂ, വീട്ടിൽ നിൽക്കൂ, ചാൻറ്റ് ചെയ്യൂ,
മറ്റുള്ളവരെ കൊണ്ട് നാമം ചെല്ലാൻ നീ പഠിപ്പിക്കൂ. കലിയുഗത്തിലെ സന്യാസിയാവണം നിർബന്ധം ആവശ്യമില്ല, അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ നിന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുമ്പോഴേ ഈ വീട്ടിൽ ചെന്ന് അദ്ദേഹം പ്രസാദം കഴിക്കുമ്പോഴേ അവിടെ 2-3 ശ്ലോകങ്ങൾ ചെല്ലുന്നുണ്ട്. അതിമനോഹരമായ ശ്ലോകങ്ങളാണ്. അത് നമുക്കത് പഠിച്ചാൽ വളരെ മനോഹരമാണ്. അത് ഞാൻ ചെല്ലുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും മനസ്സിൽ കേട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം പ്രയോജനം ഉണ്ടാവട്ടെ. യൈ പാദ ത്വമാര ബ്രഹ്മ ധ്യാനാക്കരെ. യൈ പാദ ത്വമാര ബ്രഹ്മ ധ്യാനാക്കരെ. സെയ് പാദ, ആ പാദ, ഏത് പാദമാണോ ബ്രഹ്മാജി പൂജിക്കുന്നത്, യൈ പാദ തുമാര ബ്രഹ്മ ധ്യാനാക്കരെ. സെയ് പാദ, സെയ് പാദ, ആ പാദപത്മം സാക്ഷാൽ ഐലമോര ഘാരെ, എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഭഗവാനെ. ഏത് പാദമാണോ ബ്രഹ്മാജി പൂജിക്കുന്നത്, ആ പാദം ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് പറയുന്നു, മോരാഭാഗ്യേരസീമ നൈ ഏയ കൃഷ്ണ അജിമോരാശ്ലാഖ്യാഖില ജന്മകുലാധന. എൻ്റെ സന്തോഷം നോക്കൂ, മോരാഭാഗ്യ സീമയില്ല, അതിരില്ല, സീമന യായേക്കാന, അത് എൻ്റെ സന്തോഷത്തിന് അതിരില്ല. എൻ്റെ കുടുംബവും ജന്മവും അജിമോര ശ്ലാഖ്യ ഹല ജന്മ കുലധാന, എൻ്റെ ധനവും എൻ്റെ കുലവും എൻ്റെ കുടുംബവും എല്ലാവരും ഇന്ന് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനെ. അദ്ദേഹത്തിന് വീട്ടിൽ കഴിക്കാൻ ചെന്നപ്പോൾ, കൃപാകര പ്രഭു മോര എൻ തോമസംഗ എന്നാണ് പറഞ്ഞത്. സഹിതേന പാരി ദുഃഖ വിഷയ തരംഗ. ഞാൻ അവിടുത്തെ കൃപാകരോ, ഞാൻ അവിടുത്തെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കൃപ കാണിക്കൂ. കൃപാകരോ പ്രഭു മോര ഞാൻ തൊമാര സംഘേ, ഞാൻ അവിടുത്തെ സംഘത്തിൽ കൂടി വന്നിട്ട് അവിടുത്തെ കൂടെ കൂടിക്കൊണ്ട്, തൊമാര സംഘേ കൃപാകര പ്രഭു, ഞാൻ അവിടുത്തെ സംഘത്തിൽ കൂടിക്കൊണ്ട് ഞാൻ വരാൻ പോകുന്നു. അതുകൊണ്ട് അവിടുന്ന് ദയവായി ഞാൻ കൂടെ വരാൻ അനുഗ്രഹിക്കണമേ. ഈ സംസാര സാഗര തിരമാലകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ഭഗവാനെ എന്ന് പറയുകയാണ്. സംസാരം എന്ന് പറയുമ്പോൾ ഒരുപാട് സംസാര സാഗരത്തിൻ്റെ ശ്ലോകങ്ങൾ മനസ്സിൽ വരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്ന് പറയുക. ഈ സംസാര സാഗരം വരുമ്പോൾ ഞാൻ ഒരു ശ്ലോകം ചൊല്ലാം. അത് കുലശേഖര ആൾവാർ പറഞ്ഞു. അപ്പോൾ പറയുന്നു, എനിക്ക് ഈ സംസാര സാഗരം, നമ്മളിപ്പോൾ കിടക്കുന്ന എവിടാ ഡ്യൂട്ടീസ് പറയൂ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസാര സാഗരമാണല്ലേ. ഹേ മർത്യ പരമം ഹിതം ശൃണുവതോ വക്ഷ്യാമി സംക്ഷേപത. ഹേ മർത്യ പരമം ഹിതം ശൃണുവതോ വക്ഷ്യാമി സംക്ഷേപത. ഹേ മർത്യ, അദ്ദേഹം പറയാണ്, ഹേ മനുഷ്യ, പരമം ഹിതം, നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള, നിനക്ക് യോജിച്ച കാര്യം ഞാൻ പറയാൻ പോണേ. ശൃണുപതോ വക്ഷ്യാമി സംക്ഷേപത. സംക്ഷേപിച്ച് വളരെ ചുരുക്കി വളരെ ലളിതമായിട്ട്, കാരണം നിനക്ക് സമയമില്ല, നിനക്ക് ബിസിയാണ്, ഓടുന്നു ചാടുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഇരിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അതുകൊണ്ട് സംക്ഷേപത, ഞാൻ വളരെ സംക്ഷേപിച്ച് വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് പറഞ്ഞത്. ഹേമർത്യ പരമം ഹിതം ശൃണുപതോ വക്ഷ്യാമി സംക്ഷേപത. എന്താണ് പറഞ്ഞുതരാൻ പോകുന്നത്? ഹേ മർത്യ, നീ സംസാര സാഗരത്തിൽ മുങ്ങിക്കുളിച്ചെടുക്കുന്നു. സംസാരാർണവമാപദൂർമി ബഹുലം സമ്യക് പ്രവശ്യസ്ഥിത. സംസാരാർണവമാപദൂർമി ബഹുലം, സംസാര സാഗരത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. സമ്യക് പ്രവശ്യസ്ഥിത, നീ വളരെ ഡീപ്പായിട്ട് വളരെ അഗാധമായിട്ട് ഈ സംസാര സാഗരത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഹേ മർത്യ, ഈ നാട്ടുകാർ പറയുന്ന കോൺകോക്റ്റഡ് ഐഡിയാസ്, പല പല ജ്ഞാനമുണ്ടല്ലോ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ജ്ഞാനങ്ങളെ, നാനാ ജ്ഞാനമപാപ്യ ചേതസി നമോ, ആ ജ്ഞാനമെല്ലാം നീ കളയൂ. നിനക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയിരിക്കുന്ന ഈ ജ്ഞാനമെല്ലാം കളയൂ. നാനാ ജ്ഞാനമപാപ്യ ചേതസി നമോ നാരായണ ഏത്യമും. ഇതെല്ലാം കളഞ്ഞിട്ട് ആ നാരായണനെ ഭജിക്കൂ. മന്ത്രം, ആ മന്ത്രം ചൊല്ലൂ. സപ്രണവം, പ്രണവം എന്താ? ഓങ്കാരം. ഓം പ്രണാമസഹിതം. പ്രണാമസഹിതം പ്രോസ്ട്രേറ്റ് ചെയ്യുക, ദണ്ഡമത് പ്രണാമം നടത്തിക്കൊള്ളാം. മന്ത്രം ചൊല്ലിയാൽ മാത്രം പോരാ, ഭഗവാനെ അങ്ങ് നമസ്കരിക്കുക. പ്രവർത്തയത്വം മുഹു, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യൂ എന്ന് പറയാം. അപ്പോൾ മഹാപ്രഭു
തിരിച്ച് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോടൊപ്പം യാത്ര ചെയ്യണോ? ഇല്ല, നീ ഒരിക്കലും എൻ്റെ കൂടെ വരണ്ട. നീ നിൻ്റെ ഫാമിലിയെ നോക്കി വേണ്ട കാര്യങ്ങൾ നോക്കി നീ വീട്ടിൽ തന്നെ നിൽക്കൂ. അതുകൊണ്ട് നീ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് മഹാപ്രഭു വീണ്ടും സൗത്ത് ഇന്ത്യയിൽ യാത്ര തുടങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു ബ്രാഹ്മണനെ കാണുകയാണ്. അതായത് അവിടെ മഹാപ്രഭുവിനെ കാത്തൊരു ബ്രാഹ്മണൻ ഇരിപ്പുണ്ട്, വാസുദേവ ലെപ്പർ എന്ന് പറയുന്നത്. ഈ വാസുദേവ ലെപ്പർ നല്ല മനുഷ്യരായിരുന്നു. ശരീരത്തിൽ കുഷ്ഠം വന്നിരിക്കുന്നു, ശരീരത്ത് പല സ്ഥലങ്ങളിലും മുറിവും പഴുപ്പും എന്താ ഊസി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ മുറിവിൽ വരുന്ന പുഴുക്കൾ താഴെ വീഴുന്നത് എടുത്ത് അവിടെ വെക്കും. അതിനെ കൊല്ലരുത്, അതിനൊന്നും പറ്റരുതെന്ന് വെച്ചിട്ട് അയാൾ ആ മുറിവിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരാഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് മനസ്സിലാക്കുക ആരാന്ന്, അത്ര വലിയ മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞു കൂർമ്മ ബ്രാഹ്മണൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. കൂർമ്മ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ അപ്പോഴത്തേക്കും കൂർമ്മ ബ്രാഹ്മണൻ്റെ വീട്ടിൽ നിന്നും മഹാപ്രഭു പോയി കഴിഞ്ഞിരിക്കുന്നു. കൂർമ്മ ബ്രാഹ്മണൻ പറഞ്ഞു, മഹാപ്രഭു പോയി കഴിഞ്ഞിരിക്കുന്നു. വാസുദേവദത്തയ്ക്ക് അതിഭയങ്കരമായ സങ്കടം, വേദനയായി. എനിക്ക് മഹാപ്രഭുവിനെ ഒന്ന് ദർശിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഓൾറെഡി അസുഖം കൊണ്ട് ഞാൻ ഭാഗ്യഹീനനാണ്, ഇതും കണ്ട് ഞാൻ നിർഭാഗ്യവനായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യ മഹാപ്രഭു കണ്ടു, എനിക്ക് വേണ്ടി വേദനിക്കുന്ന ഒരു ഭക്തൻ അവിടെ ഉണ്ടെന്ന്. ഇത് കണ്ട മഹാപ്രഭു പോയ വഴിക്കൊന്ന് തിരിച്ചു വന്നു. നോക്കൂ, മഹാപ്രഭു പോയെന്ന് വാസുദേവദത്ത വിചാരിച്ചു, എനിക്കിനി ഈ ജന്മത്തിൽ കാണാൻ പറ്റില്ലല്ലോ. എന്നാൽ മഹാപ്രഭു മുന്നോട്ട് പോകാതെ കുറച്ച് പോയിട്ട് അന്തര്യാമിയല്ലേ, അദ്ദേഹം വാസുദേവ ലെപ്പറിനെ കാണുകയാണ്. തിരിച്ചു ഓടി വന്നു മഹാപ്രഭു. ഇത് കണ്ട് വാസുദേവ ലെപ്പർ ചോദിക്കുകയാണ്, ഭഗവാനെ എന്താ പറയുക, ഹേ ഭഗവാൻ, അവിടുന്ന് എന്നെ കാണാൻ വേണ്ടി, എനിക്ക് ദർശനം തരാൻ വേണ്ടി അവിടുന്ന് സ്വയമേ ഇവിടെ വന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് തൊഴുകയാണ്. അപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തെ അടുത്ത് ചെന്ന്, ഇതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ നമ്മുടെ അമ്മയുമാണെന്ന്. ഭഗവാൻ ഇദ്ദേഹത്തെ ആലിംഗനം ചെയ്തു എന്നാണ് പറഞ്ഞത്. ദേഹത്തെല്ലാം പഴുപ്പ് പോലെ ഊരി വരുന്ന ആളാണ്, കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു. കാരണം ഭഗവാൻ അമ്മയുടെ ആ അഫെക്ഷൻ നമ്മളോട് കാണിക്കുകയാണ്. ഒരു അമ്മ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഇല്ലെങ്കിൽ പിന്നെ കൈ മുറിഞ്ഞോ കാല് മുറിഞ്ഞോ അല്ലെ പൊള്ളി ഇത് അമ്മയ്ക്ക് എന്താണെങ്കിലും അമ്മ ആലിംഗനം ചെയ്ത് എടുത്തു വെക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഭഗവാന് മദർലി അഫെക്ഷൻ, അതുപോലുള്ള സ്നേഹമാണുള്ളത്. ആ കെട്ടിപ്പിടുത്തത്തിനോടുകൂടി അദ്ദേഹത്തിൻ്റെ ലെപ്രസി, അദ്ദേഹത്തിൻ്റെ കുഷ്ഠമെല്ലാം പോയി. അപ്പം നോക്കൂ, നമ്മളോടെല്ലാവരോടും ഭഗവാന് അമ്മയെപ്പോലെ സ്നേഹമുണ്ട്. നമ്മളങ്ങനെ നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലേ ഭൗതികല സ്ലോ ആണ്, ഞാൻ ഭൗതികല സ്ലോ എല്ലാം പോകുന്നില്ല. ഇപ്പം ഞാൻ പറയാം, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ അമ്മയെപ്പോലുള്ള സ്നേഹമാണ് ഭഗവാൻ കാണിക്കുന്നത്. നോക്കൂ, കൃഷ്ണൻ കാളിയ ലേക്കിൽ ചാടിയെന്നറിഞ്ഞതുകൊണ്ട് അതിനെ ചാടുകയോ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പം ചാടാമെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനോട് ഓടിച്ച് നിർത്തി ചാടാൻ ഒരുങ്ങുകയാണ്. അമ്മ ആ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് അല്ലേ. അപ്പോൾ ബലരാമൻ പറയുന്നു, നിൽക്കമ്മേ ചാടരുതെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ ഫീലിംഗ് ആണ്. ഇതുപോലെ സനാതന ഗോസ്വാമി ശരീരത്തിന് അസുഖമായിട്ട് ഒരിക്കൽ വന്നു, ഭഗവാൻ കെട്ടിപ്പുണരുകയായിരുന്നു. അങ്ങനെ തന്നെ ചെയ്തു. അപ്പം അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഇദ്ദേഹത്തെ വാരി പുണർന്നതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പേരുണ്ട്, വാസുദേവാമൃതപ്രദ എന്ന് വിളിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ എഴുതിക്കുന്നതാണ് വാസുദേവ മൃതപ്രദ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ശ്ലോകം ഉണ്ടല്ലോ ചൈതന്യപ്രഭു, സതതം ഭവതാപഹരം സതതം സതതം ജനതാപവതാപഹരം സതതം ജനതാപവതാപഹരം പരമാർത്ഥപരായണ ലോകഗതി നവലേഖകരം ജഗതാപഹരം പ്രണമാമി സച്ചിസുധാ ഗൗരവരം. അതാണ് സച്യുതൻ. പ്രണമാമി സച്ചിസുധാ ഗൗരവരം. സച്യുതൻ, സച്ചി ദേവിയുടെ മകനെ, അങ്ങേക്ക് എൻ്റെ പ്രണാമം. ഹേ ഭഗവാൻ, ഞാൻ ഭയക്കുന്നു, എൻ്റെ അസുഖം മാറി എന്ന് ആര് പറയുന്നു? എന്താ പറയുക, പിന്നെ വാസുദേവ
ലെപ്പർ പറയുന്നു, എൻ്റെ അസുഖം മാറി ഭഗവാനെ, പക്ഷേ എനിക്കൊരു അഹങ്കാരം ഉണ്ടാവുന്നു ഭഗവാനെ. നമ്മൾ ആൾക്കാരത്തില്ലേ അവിടെ വന്നു, സിനിമാ നടന്മാർ വന്നു എന്നെ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നിച്ച് ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ കൊണ്ട് എല്ലാവരും കൊണ്ട് കാണിക്കുക, നമുക്ക് എല്ലാവർക്കും ഒരു ഇതില്ലേ, ഇപ്പം ഭഗവാൻ എന്നെ നേരിട്ട് ഒന്ന് അനുഗ്രഹിച്ചു. ഭഗവാനെ, ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ അഹങ്കാരം വരും, മായ എന്നെ അറ്റാക്ക് ചെയ്യും ഭഗവാനെ. അതുകൊണ്ട് ഈ അസുഖം മാറി ഇങ്ങനെ ഉള്ള ശരീരം കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയമാണ്, എനിക്ക് അഹങ്കാരം വന്ന് എൻ്റെ ഉള്ളിലെ ഭക്തി പോകുമോ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ന്യൂസെല്ലാം വെളിയിൽ പോവും, അതെനിക്ക് വലിയ പ്രൈഡ് വരും. പ്രൈഡെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലേ എൻ്റെ കൊച്ചുമോനോട് ഞാൻ പറഞ്ഞു, ഐ ആം റിയലി പ്രൗഡെന്ന് പറഞ്ഞു. അപ്പോൾ യു ഷുഡ് നോട്ട് ബി പ്രൗഡ്, ഭഗവാൻ ഒരു പുള്ളിയുടെ ഉണ്ട് എന്ന് പറഞ്ഞ്. സോ ഒന്ന് ഇപ്പോൾ ഈ പ്രൈഡെന്ന് വരുമ്പോഴൊക്കെ അതിനെനിക്ക് പ്രൈഡ് വരും. ഭഗവാൻ പറഞ്ഞു, എന്താണ് മാർഗം, പ്രൈഡ് പോകാൻ എന്താണ് മാർഗം, ഞാൻ നിനക്കൊരു മാർഗം പറഞ്ഞു തരാം. വാസുദേവ, നിനക്ക് ഞാനൊരു മാർഗം പറഞ്ഞു തരാം, അത് നീ അനുഷ്ഠിച്ചാൽ നിനക്ക് പ്രൈഡ് വരില്ല. എന്താണെന്നറിയാമോ? ഭഗവാന്റെ ദിവ്യനാമം നീ ചൊല്ലിക്കൊണ്ടിരിക്കൂ. പ്ലീസ് സ്റ്റാൻഡ് ദ ഹോളി നെയിം. ഭഗവാന്റെ ദിവ്യനാമം ചൊല്ലൂ, കൃഷ്ണന്റെ നാമം നീ ചൊല്ലൂ, നിനക്കൊരിക്കലും അഹങ്കാരം വരില്ല, പ്രൗഡ് വരില്ല എന്ന് പറയും. നിരന്തര കഹാ തുമി കൃഷ്ണ കൃഷ്ണ നാമ, നിനക്ക് പ്രൗഡ് വരില്ല. വാസുദേവ ലെപ്പർ ഈ വാർത്ത പ്രതാപരുദ്ര മഹാരാജാവ് പറഞ്ഞു. നിനക്കറിയാം, അതിലോട്ടൊക്കെ പോകുന്നില്ല. ഇപ്പോൾ ഈ പ്രതാപരുദ്രയാണ് മഹാരാജനെ എങ്ങനെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ പിന്നെ അദ്ദേഹം എന്ത് ചെയ്താലേ കാണാനുള്ള അനുവാദം കൊടുക്കുന്നില്ല, കാണാൻ വലിയ വലിയ ആൾക്കാരൊന്നും വേണ്ട, എനിക്ക് സാധാരണക്കാരനെ മതി എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പ്രതാപരുദ്ര മഹാരാജാവിന് ഈ ന്യൂസ് കിട്ടി. അപ്പം അങ്ങനെയാണ്, സന്യാസി, സാധാരണ സന്യാസി അല്ലല്ലോ, ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും അസുഖം മാറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതാപരുദ്ര മഹാരാജന് വീണ്ടും ഈ സന്യാസിയെ കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് സർവ്വപ്പെട്ട പട്ടാചാര്യോട് പോയി കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറയുകയും അദ്ദേഹം പിന്നെ വരാതിരിക്കുകയും ഒടുക്കൽ ആരും അറിയാതെ അവിടെ പോയി അടുത്തൊരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുമ്പോഴേ അദ്ദേഹം ഓടിച്ചെല്ലുകയും മഹാരാജാവ് ഒരു രാജകീയ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് ഒരു ചെറിയ തോർത്തുമൊക്കെ തോളത്തിട്ട് ആരും അറിയാതെ കിടക്കുന്ന മഹാപ്രഭുവിൻ്റെ കാലിൽ പോയി പിടിച്ചുകൊണ്ട് തവ കഥാമൃതം തപ്തജീവനോ കവിപീഡിതം കൽമഷാപകം, അതങ്ങനെ കിടക്കുന്നു. അപ്പം അങ്ങനെ എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, ആൾക്കാരെ കളിയാക്കുന്നു, ചിരിക്കുന്നു. അപ്പം മഹാപ്രഭു അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ പറയുക, നിനക്ക് ഭഗവാന്റെ നാമം ചൊല്ലി ജീവിച്ചൂടെ? നീ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അടുത്ത ഒരു ബ്രാഹ്മണനോടുണ്ട്. ഒരിക്കലേ വീണ്ടും ഭഗവാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി വേറൊരു ഭക്തനെ കണ്ടു. അവിടെ ഭഗവാൻ കണ്ടത് ശ്രീരംഗത്ത് ചെന്നു ഭഗവാൻ. അപ്പോൾ ഇതെല്ലാം സൗത്ത് ഇന്ത്യയിലാണ് കേട്ടോ. പട്ടാചാര്യോട് പറഞ്ഞു. ആ മഹാപ്രഭു തൻ്റെ യാത്ര തുടങ്ങിയിട്ട് ശ്രീരംഗത്തോട്ട് പോയി. ശ്രീരംഗത്ത് ചെന്നിട്ട് അവിടെ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. മഹാപ്രഭു നോക്കുമ്പോൾ അപ്പോൾ രണ്ട് ബ്രാഹ്മണർ കഴിഞ്ഞ് 3 ബ്രാഹ്മണ അനുഗ്രഹം കൊടുത്താണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ബ്രാഹ്മണരിന്ന് വായിക്കുക കരയുക, ആൾക്കാരെല്ലാം കളിയാക്കുക, അടുത്ത് ചിരിക്കുക, എടുക്കുക, ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. ഇത് കണ്ടിട്ട് മഹാപ്രഭു പതുക്കെ അടുക്ക ചെന്നു. ആൾക്കാർ നോക്കൂ, ശരിയാ, എല്ലാവരും ചിരിക്കുന്നു. കാരണം ബുക്കെടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടാണ് വായിക്കുന്നത്. കാരണം നോക്കി വായിക്കാൻ അറിയില്ല. ഇത് കണ്ടിട്ട് ആൾക്കാരെല്ലാം ചിരിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ മഹാപ്രഭു നോക്കുമ്പോൾ ഇദ്ദേഹം കരയുന്ന ഇത് ആനന്ദ കണ്ണീരാണല്ലോ, ഈ കണ്ണീരിന് അർത്ഥമുള്ളതാണല്ലോ എന്ന് ഭഗവാൻ മനസ്സിലായി. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നീ ഏത് ശ്ലോകമാണ് ചൊല്ലുന്നത്? ഏത് ശ്ലോകം ചൊല്ലുമ്പോഴാണ് നിനക്ക് കണ്ണീര് വരാൻ സാധിച്ചത്? എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നു. എന്താ പറയുക, ആ ബ്രാഹ്മണൻ പറയും, ഞാനൊരു വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്, തൊഴുതിട്ട് പറയുകയാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാനിത് ചെയ്തത് ഗുരു എന്നോട് പറഞ്ഞു, വായിക്കണമെന്ന് പറഞ്ഞു, ഞാൻ വായിക്കാമെന്ന് വിചാരിച്ചു.
എന്നാൽ എനിക്ക് വായിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഞാൻ കരയുന്നത് എന്തെന്ന് വിചാരിച്ചാൽ, ഞാൻ കാണുന്നത് സാക്ഷാൽ സർവേശ്വരനായ ജഗത്പതിയായ ഭഗവാൻ, ആ വാസുദേവ കൃഷ്ണൻ രഥം ഓടിക്കുന്നു, ഒരു ഡ്രൈവറായിട്ട് ഇരിക്കുന്ന ആ കാഴ്ചയാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാണുന്നത്. ഈ പരമപുരുഷനായ ബലവാൻ, എല്ലാത്തിൻ്റെ അധിപതി, സർവകാരണ കാരണമായ ആ സർവേശ്വരനായ ഭഗവാൻ, എല്ലാത്തിൻ്റെയും അധിപതിയായ ഭഗവാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കണ്ട് എൻ്റെ കണ്ണ് നിറയാണ്. ഭഗവാൻ എത്ര ഭക്തവത്സലനാണ്, ഇത് കണ്ട് ഞാൻ കരഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. മഹാപ്രഭു പറഞ്ഞു, ഓ ബ്രാഹ്മണ, നിനക്കെന്ത് മനസ്സിലായോ? നോക്കൂ, ഭഗവത്ഗീത ആരുടെ തിരുനാവിൽ നിന്ന് വന്നോ ആ ആളാണ് മുന്നിൽ നിൽക്കുന്ന ചൈതന്യ മഹാപ്രഭു, സാക്ഷാൽ കൃഷ്ണൻ. ഓ ബ്രാഹ്മണ, നിനക്കെന്ത് മനസ്സിലായോ അതാണ് ഭഗവത്ഗീതയുടെ സാരം, എസൻസ്. അത് നിനക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സാക്ഷാൽ സർവേശ്വരനായ ഭഗവാൻ തന്നെ പറയുകയാണ്. മഹാപ്രഭു ആരാണ്? സ്പീക്കർ ഓഫ് ഭഗവത്ഗീത. ഭഗവത്ഗീത പറഞ്ഞ ആളാണ്. ആ ഭഗവാൻ പറയുകയാണ്, നിനക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും നീ എന്തു മനസ്സിലാക്കിയോ അതാണ് ഭഗവത്ഗീതയുടെ എസൻസ്, സാരം. നിന്നയിൽ ഞാൻ 2 ഗുണങ്ങൾ കാണുന്നു. ഒന്ന്, നീ നിൻ്റെ ഗുരുവിനെ ടോട്ടലി സറണ്ടർ ചെയ്തവനാണ്, സമർപ്പിച്ചവനാണ്, സബ്മിസീവായിട്ട് നിൽക്കുന്നു നിൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ. മറ്റൊന്ന്, നിനക്ക് ഭഗവാനോട് ഒരുപാട് സ്നേഹവും അഫെക്ഷനും ഉണ്ട്, ലവും സ്നേഹവും ഉണ്ട്, അടുപ്പവും അഫെക്ഷനും ഉണ്ട്. ആക്ച്വലി അതാണ് പ്രയോജന എന്ന് പറയുന്നത്. അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു. അൾട്ടിമേറ്റ് ഗോള് എന്ന് പറയുന്നത് ഭഗവാനോട് സ്നേഹവും അഫെക്ഷനും ഉണ്ടാവണം. അതാണ് അൾട്ടിമേറ്റ് ഗോൾ നമ്മുടെ, അല്ലേ? അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് ഭഗവത്ഗീതയുടെ കൺക്ലൂഷനാണ്, സാരമാണ്. എന്താ ഭഗവത്ഗീത കൺക്ലൂഷൻ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നമുക്ക് ഒരുപാട് ധർമ്മമുണ്ടല്ലേ? എന്താ പറയുക, വർണ്ണധർമ്മം, ആശ്രമധർമ്മം, രാജധർമ്മം, സ്ത്രീധർമ്മം, കുലധർമ്മം, ഒരുപാട് ധർമ്മമുണ്ട്. ടീച്ചേഴ്സിന് ധർമ്മം, ഫാദറിന് ധർമ്മം, ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്നു, നമ്മുടെ സുപ്രീം ധർമ്മം ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഷെൽട്ടർ എടുക്കുക, ഭഗവാന്റെ തൃപ്പാദത്തിൽ ശരണാഗതി എടുക്കുക, അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ധർമ്മം. ഭാഗത്തിൽ പറയുന്നുണ്ട്, സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുകിയ പ്രതീഹത ഏ ആത്മാ സുപ്രസീദതി. മഹാപ്രഭു അവിടെ നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം രൂപം, യഥാർത്ഥ രൂപം, കൃഷ്ണൻ്റെ രൂപം അവിടെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് കുലശേഖര ആഴ്വാർ പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ലിംസ് എല്ലാം നല്ല സ്മാർട്ടായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കൃഷ്ണ ത്വദീയപദ പങ്കജ പഞ്ചരാന്തം. ഇന്നെൻ്റെ ലിംസ് എല്ലാം സ്മാർട്ടായിട്ടിരിക്കുന്നു കൃഷ്ണ. അദ്വൈവമേ വിശദുമാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കപവാതപിത്തൈ കണ്ഠാവരോധനവിധോ സ്മരണോ കുതസ്തേ. ഭഗവാനെ പ്രാണം വിടാൻ പോകുമ്പോൾ കപവും വാദവും പിത്തവും ഇതൊക്കെ വരും സമയത്ത് എനിക്ക് അവിടുത്തെ ഓർമ്മിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും കൃഷ്ണ. അതുകൊണ്ട് ഇപ്പം നീ എന്നെ അവിടുത്തെ പാദസേവനത്തിൽ ഏർപ്പെടുത്തു ഭഗവാനെ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ മനസ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 55 മിനിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഓർഗനൈസേഴ്സ് വാണിംഗ് തരും, നിർത്താൻ പറയും. അതുകൊണ്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാം. ശത്രുച്ഛേദൈക മന്ത്രം ഒരു ശ്ലോകം കൂടെ ചൊല്ലിയേക്കാം അല്ലേ? എന്താ ബ്രോ? ഒരു ശ്ലോകം കൂടെ ഞാൻ ചൊല്ലിക്കൊണ്ട് നിർത്താം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ ആരുടെ കയ്യിലും മിസൈലില്ല, നമ്മുടെ കയ്യിൽ ആയുധമില്ല. അതിന് പറ്റിയൊരു ആയുധം ഞാൻ നിങ്ങൾക്ക് തരാം. ശത്രുച്ഛേദൈക മന്ത്രം. ശത്രുക്കളെ സംഹരിക്കാനുള്ള സാധനമുണ്ട് നമ്മുടെ കയ്യിൽ. ശത്രുച്ഛേദൈക മന്ത്രം
സകലമുപനിഷദ്വാക്യ സമ്പൂജ്യ മന്ത്രം സംസാരോത്താര മന്ത്രം സമുപജിതത്തമ സർവനിര്യാണ മന്ത്രം സർവൈശ്വര്യൈക മന്ത്രം വ്യസനഭുജക സന്തഷ്ട സന്ത്രാണ മന്ത്രം ജുഹേ ശ്രീകൃഷ്ണ മന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും എല്ലാ പ്രൊട്ടക്ഷനും സർവീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോ സ്റ്റെപ്പിലും ഭഗവാൻ നമ്മളെ കാത്തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു അവസരത്തിൽ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റിയ സന്തോഷം. താങ്ക് യു. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जी, थैंक यू. गौरंग महाप्रभु की ജയ്. गौर पूर्णिमा महोत्सव की ജയ്. थैंक यू प्रभु जी, थैंक यू वेरी मच. കാരണം जय गौरंग मूर्तिमंत महाप्रभु प्रभु की जय. ജയ്. ഇന്നത്തെ ഈ വിശേഷപ്പെട്ട ദിവസം തന്നെ മഹാപ്രഭുവിനെ കുറിച്ചിട്ടുള്ള മഹിമകൾ കേൾക്കാൻ പറ്റിയതിന് പ്രഭു അത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അതും പ്രത്യേകിച്ച് പ്രഭുവിനെ പോലത്തെ ഒരു വളരെ സീനിയർ വൈഷ്ണവരിൽ നിന്ന് കേട്ടതിന് ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. പ്രഭുവിന് ഇനിയും ഇതുപോലെ കഥകൾ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പ്രഭുവിന് വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. താങ്ക് യു പ്രഭുജി, താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ.